ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹാഫ് ഡേ വ്ളോഗുമായിട്ടാണ്. ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ നല്ലൊരു ഗിഫ്റ്റ് അൺബോക്സിംഗ് ഉണ്ട്, അതുപോലെ തന്നെ നല്ലൊരു ഗിവ് അവേ കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ മൊത്തത്തിൽ കാണാം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഇപ്പം ഗിവ് അവേ വീഡിയോയ്ക്ക് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും, അതുപോലെ അൺബോക്സിങ് എന്താണെന്ന് കാണാൻ ആഗ്രഹിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമുക്ക് ഗിവ് അവേക്ക് ഗിഫ്റ്റ്സ് സ്പോൺസർ ചെയ്യുന്നത് ആരാണെന്ന് അറിയണ്ടേ? ഗിവ് അവേക്ക് നമുക്ക് ഗിഫ്റ്റ്സ് സ്പോൺസർ ചെയ്യുന്നത് അവർ ഷോപ്പി മൊബൈൽ ഷോപ്പിംഗ് ആപ്പിൽ നിന്നാണ്. അവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറയാം. അപ്പം അവരെനിക്ക് കുറച്ച് ഗിഫ്റ്റ്സ് അൺബോക്സ് ചെയ്യാനായിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഗിവ് അവേയിൽ നമ്മുടെ വ്യൂവേഴ്സിനായിട്ട് കൊടുക്കാനുള്ള ഗിഫ്റ്റ്സ് എന്താണെന്നുള്ളതും എനിക്കൊരു സാമ്പിൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കാണിക്കാം. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് അവർ ഷോപ്പിൽ നിന്ന് അയച്ചു തന്നിട്ടുള്ള അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ്സ്. അതുപോലെ തന്നെ നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സിന് കൊടുക്കുന്ന ഗിഫ്റ്റ്സും അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് കാണാം. അപ്പോൾ ഈ അവർ ഷോപ്പി എന്ന് പറയുന്നത് ഏകദേശം ഒരു 5 വർഷം മുമ്പേ തുടങ്ങിയിട്ടുള്ളൊരു ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പാണ്. അതായത് അവർ ഷോപ്പി ഇപ്പോൾ ഉള്ളത് UAE, ഒമാൻ, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത് അങ്ങനെ 5 കൺട്രീസിലാണ് ഉള്ളത്. ഇനിയിപ്പം സൗദി അറേബ്യയിൽ നെക്സ്റ്റ് മന്ത് തൊട്ട് സ്റ്റാർട്ടാവുമെന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ കുറേ പേരിപ്പം ഈ അവർ ഷോപ്പി ആപ്പ് യൂസ് ചെയ്യുന്നവർ തന്നെ ആയിരിക്കാം, കാരണം നല്ലൊരു പോപ്പുലർ ആപ്പാണ്. ഞാനും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ കേട്ടോ. അപ്പം ഇവരുടെ ഈ ഒരു ഷോപ്പിംഗ് ആപ്പിൻ്റെ അകത്തുള്ള കുറച്ച് ബ്രാൻഡ്സൊക്കെയാണ് എനിക്കിപ്പോൾ അയച്ചു തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് പ്രൊഡക്ട്സ്. ഒരു ബോക്സ് ഇപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യുകയാണ്. അപ്പം ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ എഗ് ബോയിലറാണിത്. അങ്ങനെ ഒരുപാട് ബ്രാൻഡ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ഞാൻ നോക്കിയപ്പം ഒരുപാട് എന്താ പറയുക പ്രൊഡക്ട്സൊക്കെ ഉണ്ട്. നല്ല ചീപ്പർ പ്രൈസിലാണ് കേട്ടോ ഓരോ പ്രൊഡക്ട്സും അവർ ഇതിൽ കൂടെ പ്രൊഡക്ട്സ് സെയിൽ ചെയ്യുന്നത്. പിന്നെ നിക്കായിൻ്റെ ജ്യൂസർ, പിന്നെ ഒരു നല്ലൊരു ട്രാവലിംഗ് ബാഗ് ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. അതുപോലെ സോനാഷി കോഫി ഡ്രിപ്പർ, പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ. അതുപോലെ ഇനി അടുത്ത ബോക്സ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്തത് റീനും റോസും കൂട്ടിയായിട്ട് അൺബോക്സ് ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്ക് ഇതിലൂടെയൊക്കെ മുമ്പ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം കുറേ ഗിഫ്റ്റ്സൊക്കെ കിട്ടുന്നതുകൊണ്ട് ഞാൻ പിന്നെ അധികം ഓൺലൈൻ പർച്ചേസൊന്നും ചെയ്യാറില്ല. പക്ഷെ മുമ്പൊക്കെ ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഓഫറുകൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നല്ല ബ്രാൻഡ്സൊക്കെ നല്ല ചീപ്പർ പ്രൈസിലൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ബോക്സ് അൺബോക്സ് ചെയ്തപ്പോൾ വലിയൊരു ഡീപ്പ് ഫ്രയർ ഉണ്ട്. സാച്ചിയുടെ ഡീപ്പ് ഫ്രയറാണ്. പിന്നെ നല്ലൊരു കംഫർട്ടർ സെറ്റ് ഉണ്ട്, നല്ല ഭംഗിയുള്ള കളറാണ്. ഒക്കെ നമുക്ക് അൺബോക്സ് ചെയ്ത് കാണാം. അതുപോലെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ആപ്പ് ത്രൂ നമ്മൾ ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് സാധനം കയ്യിൽ കിട്ടാറുണ്ട്. ഭയങ്കര ഫാസ്റ്റ് ഡെലിവറിയാണ്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് അൺബോക്സ് ചെയ്ത് കാണാം, ഒന്ന് തുറന്ന് കാണട്ടെ എന്താണ് സംഭവം എന്നുള്ളതൊക്കെ. അപ്പം ഇവരിപ്പോൾ എന്നെ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരുടെ ഈ ഒരു ആപ്പിൽ ഒരു പുതിയൊരു ഫെസിലിറ്റി അവൈലബിൾ ആണ്. അപ്പോൾ അത് നമ്മുടെ വ്യൂവേഴ്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മളിപ്പോൾ ഷോപ്പിംഗ് ചെയ്യുമ്പം ക്രെഡിറ്റ് കാർഡ് കൂടാതെ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് EMI ചെയ്യാനുള്ള നല്ലൊരു ഫെസിലിറ്റി ഇപ്പം അവർ ഷോപ്പി ഒരുക്കുന്നുണ്ട്. അപ്പോൾ UAEയിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു ഇതുപോലത്തെ ഈ ഓൺലൈൻ ഷോപ്പിങ്ങിൽ ഈ ഡെബിറ്റ് കാർഡ് EMI ഫെസിലിറ്റി വരുന്നത്. അതായത് നമ്മളിപ്പോൾ 200 ദിറംസ് എബോവ് പർച്ചേസ് ഒക്കെ ഉണ്ടാവില്ലേ, അതായത് ഒരുപാട് വലിയ സാധനങ്ങളൊക്കെ ഫ്രിഡ്ജ്, TV, വാഷിംഗ് മെഷീൻ, അതുപോലെ ഫോണ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ നമുക്ക് വാങ്ങിക്കുമ്പം നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റ് വഴി വാങ്ങിക്കാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ട് എന്നാണ് ഇപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് ഡെബിറ്റ് കാർഡ് ഫെസിലിറ്റി ഉണ്ട് എന്നാണ്. അതായത് 4 ഇൻസ്റ്റാൾമെൻറ്റിൽ നമുക്ക് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിൻ്റെ ഒരു പേയ്മെൻറ്റ് ചെയ്ത് തീർത്താൽ മതിയാവും. അപ്പോൾ നമ്മളിൽ പലരും ഇപ്പം ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് ഷോപ്പിംഗ് ചെയ്യുന്നവരായിരിക്കാം, പക്ഷേ ക്രെഡിറ്റ് കാർഡ് പലർക്കും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുന്നവർക്കൊക്കെ ഈ ഡെബിറ്റ് കാർഡ് EMI ഫെസിലിറ്റി ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ 200 എബവ് പർച്ചേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ആപ്പ് ത്രൂ നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ ഈ ഒരു ഫെസിലിറ്റി നിങ്ങൾക്ക് അവൈലബിൾ ആണെന്നാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പം അൺബോക്സ് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും അവർ ഷോപ്പി ആപ്പിൻ്റെ അകത്തുള്ള പ്രൊഡക്ട്സാണ്. എല്ലാം നല്ല ചീപ്പർ പ്രൈസിലാണ്. എല്ലാ ബ്രാൻഡ്സും ഉണ്ട്. ഒരുവിധം എല്ലാ ബ്രാൻഡ്സും അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ നിങ്ങൾ. ചിലപ്പം ഒരുപാട് പേര് ഇപ്പോൾ യൂസ് ചെയ്യുന്നവരായിരിക്കാം, കാരണം നല്ല പോപ്പുലർ ആയിട്ടുള്ളൊരു ആപ്പ് തന്നെയാണ്, ഷോപ്പിംഗ് ആപ്പ് തന്നെയാണത്.
അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാം. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നൊന്നുമില്ല, കാരണം നമ്മുടെ വീഡിയോ അത്രയും ലെങ്തി ആവും. ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാം കേട്ടോ. ബാക്കി ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് കാണിക്കാം എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. അപ്പോൾ ഇതൊക്കെ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ജ്യൂസറുണ്ട്, എഗ് ബോയിലറുണ്ട്, പിന്നെ കോഫി മേക്കറുണ്ട്. വലിയൊരു 4 ലിറ്റേഴ്സോളം വരുന്ന ഡീപ്പ് ഫ്രയർ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം എന്താ പറയുക, ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണ്. നമുക്കിങ്ങനെ ഗിഫ്റ്റ്സൊക്കെ കിട്ടുമ്പം ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന ഗിഫ്റ്റ്സിൽ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ തരണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ അവരോട് ജസ്റ്റ് ചോദിക്കും. ആര് ഗിഫ്റ്റ് തരുവാണെങ്കിലും ജസ്റ്റ് ചോദിക്കും ഗിവ് അവേക്ക് താല്പര്യമുണ്ടോയെന്ന്. അപ്പോൾ ജസ്റ്റ് അവർക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ അത് പ്രൊസീഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഇത്രയും ഗിവ് അവേസ് വരുന്നത് കേട്ടോ. അപ്പം എനിക്ക് കിട്ടുമ്പോൾ ഞാൻ ജസ്റ്റ് ചോദിക്കുന്നതാണ് അതുപോലത്തെ പ്രൊഡക്ട്സോ അല്ലെങ്കിൽ റിലേറ്റഡ് പ്രൊഡക്ട്സോ എന്തെങ്കിലും നമ്മുടെ വ്യൂവേഴ്സിനും കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ. നമ്മുടെ ഡീപ്പ് ഫ്രയർ നല്ല വലുപ്പമുണ്ട്, 4 ലിറ്റേഴ്സോളം വരും. നല്ല പ്രൈസിലാട്ടോ. അപ്പം പ്രൈസൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക, അവർ ഷോപ്പി ആപ്പിൽ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. പ്രൈസൊക്കെ നല്ല പ്രൈസിലാണ് കേട്ടോ അതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ അതുപോലെ ഈ ഒരു ഐറ്റം കണ്ടോ, നല്ല അടിപൊളി ട്രാവൽ ബാഗ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കളറും അതുപോലെ പാകത്തിലുള്ളൊരു വലുപ്പമാണ്. കുട്ടികളുടെ ഐറ്റംസൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ബേബി ട്രാവൽ ബാഗൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബാഗല്ലേ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം കേട്ടോ അതിൽ. പിന്നെ അതുപോലെ വേറൊരു നല്ലൊരു ഓഫറും കൂടി ഉണ്ട്. അതായത് ഈ അവർ ഷോപ്പിൽ ഇപ്പം ഒരു കൂപ്പൺ കോഡ് അവൈലബിൾ ആണ്. 100 ദിറംസിൻ്റെ കൂപ്പണാണ്. അതായത് നമ്മൾ അവർ ഷോപ്പി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കൂപ്പണാണത്. 100 ദിറംസ് ഒരു കസ്റ്റമർക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ 100 ദിറംസ് നമുക്ക് ഒറ്റയടിക്ക് നമുക്കത് റെഡീം ചെയ്യാൻ പറ്റില്ല. ഒരു 5 തവണ ആയിട്ട് 20 ദിറംസ് വീതമാണ് നമ്മൾ റെഡീം ചെയ്യേണ്ടത്. അതായത് ഒരു ഓർഡറിൽ നമ്മൾ 20 ദിറംസേ കുറയുള്ളൂ കേട്ടോ. അപ്പോൾ 20 ദിറംസിൻ്റെ ഓഫർ ഓരോ ഓർഡറിൽ നമുക്ക് കിട്ടും. അങ്ങനെ 5 തവണകളായിട്ട് നമുക്ക് ആ ഒരു 100 ദിറംസ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു കംഫർട്ട് സെറ്റ് നല്ല അടിപൊളിയാട്ടോ. നല്ല കളറ് അതുപോലെ നല്ല ഡിസൈനൊക്കെ ആയിട്ട്. അകത്ത് പുറമേ ഈ ഒരു കളറാണ്, അകത്ത് എന്താ പറയുക നല്ലൊരു വൈറ്റിൽ നല്ല ഫ്ലോറൽ ഡിസൈനൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല സോഫ്റ്റാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള, കണ്ടാൽ തന്നെ നല്ല ക്വാളിറ്റിയൊക്കെ തോന്നിക്കുന്ന നല്ല അടിപൊളി കംഫർട്ട് സെറ്റാണ്. അത് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കംഫർട്ട് സെറ്റും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ബാഗ് ഉണ്ടല്ലോ, ട്രാവൽ ബാഗ്, അത് രണ്ടും എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബാക്കി എല്ലാതും അടിപൊളി തന്നെയാണ്. നിങ്ങൾക്ക് ബ്രാൻഡ്സൊക്കെ അറിയുന്നത് തന്നെയല്ലേ, നല്ല അടിപൊളി തന്നെയാണ്. എല്ലാം യൂസ് ചെയ്തിട്ടേ നോക്കാൻ പറ്റുള്ളൂ. അതൊക്കെ കിച്ചണിലേക്കുള്ള പ്രൊഡക്ട്സ് അല്ലേ, ബാക്കിയല്ലേ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ളത്. അപ്പം ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ കുറേ നേരമായിട്ട് റോസ് ഇങ്ങനെ ആ ചെറിയ ബോക്സിൽ എന്താണെന്ന് ഇങ്ങനെ അറിയാനുള്ളൊരു ആകാംക്ഷയിൽ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ ബോക്സിനകത്താണ് നമ്മൾ ഗിവ് അവേക്ക് ഗിഫ്റ്റ്സ് കൊടുക്കുന്ന ഗിഫ്റ്റുകൾ. അപ്പോൾ അതെന്താണെന്നുള്ളത് അറിയേണ്ടത് ഇനിയിപ്പോൾ എല്ലാവർക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗിവ് അവേക്ക് ഗിഫ്റ്റ്സ് സ്പോൺസർ ചെയ്യുന്നത് അവർ ഷോപ്പി തന്നെയാണ്. അപ്പോൾ അവർ ഷോപ്പി ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് 10 പേർക്ക് റൂക്കി പെർഫ്യൂംസ് ആണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു ബ്രാൻഡാണ് റൂക്കി പെർഫ്യൂംസ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ വേറൊരു ഫ്രാഗ്രൻസ്. അപ്പം അവർ 2 ഫ്രാഗ്രൻസ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പം അതിൽ ഈ 2 ഐറ്റം ഈ ഫ്രാഗ്രൻസും ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇതുവരെയായിട്ട്. ഞാൻ വേറെ ഒരു ഫ്രാഗ്രൻസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എന്താ പറയുക, ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രാൻഡുകളൊക്കെ നമുക്ക് അയച്ചു തരുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ ഗിവ് അവേക്ക് നമ്മുടെ വ്യൂവേഴ്സിനായിട്ട് കൊടുക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ ഇതാരെങ്കിലും യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ, കാരണം നല്ല അടിപൊളി ഫ്രാഗ്രൻസ് അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ തുറന്നു നോക്കിയപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ആ ഒരു ഫ്രാഗ്രൻസ്. അതാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഗിവ് അവേക്ക് ഗിഫ്റ്റ്സ് ആയിട്ട് കൊടുക്കുന്നത് 10 പേർക്ക് റൂക്കി പെർഫ്യൂമിൻ്റെ കിറ്റാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉള്ളൊരു കിറ്റായിരിക്കും നിങ്ങൾക്കും കിട്ടുന്നത്. അപ്പോൾ ഞാനിപ്പം ഇതൊന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാം. ഞാൻ ആദ്യം വിചാരിച്ചു അൺബോക്സ് ചെയ്യേണ്ടതെന്ന്. അതാണ് പിന്നെ ഞാൻ രാത്രി വീണ്ടും ഒന്നുകൂടെ അൺബോക്സ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. കാരണം ചിലർക്ക് ഈ ഇതിനകത്ത് എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്ന് കാണാനൊരു ആഗ്രഹം ഉണ്ടാകും, ബോട്ടിലൊക്കെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. നല്ല എന്താ പറയുക, എനിക്ക് ഇതിനേക്കാളും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ആ പിങ്ക് ആട്ടോ. ഭയങ്കര ഒരു ലോങ് ലാസ്റ്റിംഗ് മണമായിരുന്നു. ഞാനത് ട്രൈ ചെയ്ത് നോക്കി, പുറത്തേക്ക് പോകുമ്പം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടോ, നന്നായിട്ടുണ്ടായിരുന്നു.
രണ്ടും അടിപൊളി തന്നെയാണ്. പക്ഷേ ഇത് എന്താ പറയുക, ഒന്നുകൂടെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുണ്ട് ഈ ഒരു ഫ്രാഗ്രൻസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ആരെങ്കിലും ഇങ്ങനെ റൂക്കി പെർഫ്യൂംസിൻ്റെ എന്തെങ്കിലും ഇത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ പെർഫ്യൂംസ് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഇത് ഫ്രാഗ്രൻസ് വാങ്ങിച്ച് നോക്കൂ കേട്ടോ. ഇതൊരു പ്രൊമോഷൻ അല്ല കേട്ടോ, എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത് ഗിഫ്റ്റായിട്ട് ഇവർ അയച്ചു തന്നിട്ടുള്ളതാണ്. പിന്നെ എൻ്റെ അടുത്ത് ഇവിടെ ഇപ്പം വേറൊരു റൂക്കിയുടെ വേറൊരു പെർഫ്യൂമുണ്ട്, ഇതാണ്. അപ്പോൾ ഒരുപാട് എന്താ പറയുക പെർഫ്യൂംസ് ഉണ്ട് റൂക്കിയുടെ തന്നെ. പിന്നെ നമ്മുടെ ഈ ഒരു ഗിവ് എവേയിൽ UAE, ഒമാൻ, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് എന്നീ 5 കൺട്രീസിലുള്ള നമ്മുടെ ഐഷാസ് കിച്ചൻ വ്യൂവേഴ്സിന് മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ നാട്ടിലുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ആരെങ്കിലും ഈ കൺട്രീസിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗിവ് എവേയിൽ എല്ലാ പ്രാവശ്യം പറയുന്നതാണ്, ഗിവ് എവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ ഐഷാസ് കിച്ചൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഫോർമാറ്റിൽ വേണം നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ഇടാൻ, അവർ ഷോപ്പി സ്പേസ്. പിന്നെ നിങ്ങൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് വേണം ഈ ഒരു ഗിവ് എവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കോഡ് കിട്ടും. ആ ഒരു കോഡ് ഇതുപോലെ അവർ ഷോപ്പി സ്പേസ്, പിന്നെ ആ ഒരു കോഡ്, പിന്നെ ഈ ഒരു വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കമൻറ്റ്. അപ്പോൾ ഞാൻ താഴെ പിൻഡ് കമൻറ്റായിട്ട് ഈ അവർ ഷോപ്പിയുടെ ലിങ്ക് കൊടുക്കാം. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ഈ ആപ്പിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പം ഞാനിപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുവാണ്, അവർ ഷോപ്പി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുവാണ്. അപ്പോൾ പലരും അവർ ഷോപ്പി ആപ്പ് ഓൾറെഡി യൂസ് ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കാണിക്കാം കേട്ടോ. ആദ്യം ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് പറയാം. അപ്പം താഴെ പിൻഡ് കമൻറ്റായിട്ട് കൊടുത്തിട്ടുള്ള ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും നേരെ ഈ ഒരു ഇതിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എവിടെയാണ് സ്ഥലം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, അതുപോലെ തന്നെ ലാംഗ്വേജ് ഏതാണെന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡിനൈ ചെയ്യാം, ഇതൊന്നും വേണ്ട. അപ്പോൾ ഇതൊക്കെയാണ് അവർ ഷോപ്പി ആപ്പിൻ്റെ അകത്തുള്ള പ്രൊഡക്ട്സൊക്കെ. ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. പെർഫ്യൂംസ് ഉണ്ട്, മൊബൈൽസ് ഉണ്ട്, വാച്ചസ് ഉണ്ട്, അതുപോലെ ബേബി പ്രൊഡക്ട്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി പ്രൊഡക്ട്സ് ഉണ്ട്, കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാറ്റഗറീസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതെന്നുള്ളൂ, ഒന്നും എടുക്കുന്നില്ല കേട്ടോ, കാരണം നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്തി ആവും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. നല്ല ഓഫേഴ്സൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതാ ഇങ്ങനെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മുകളിൽ തന്നെ ഗിവ് എവേ എന്ന് കാണാം. നമുക്കപ്പോൾ ഗിവ് എവേ ആണ് വേണ്ടത്. അപ്പോൾ ഗിവ് എവേ എടുത്തിട്ട് ഞാനിപ്പം ഇത് ഓൾറെഡി എനിക്ക് അക്കൗണ്ട് ഇല്ലല്ലോ. അപ്പം അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒന്ന് ക്രിയേറ്റ് ചെയ്യണം. അപ്പം അവിടെ ഒന്ന് ക്രിയേറ്റ് അക്കൗണ്ട് എടുക്കുക, എന്നിട്ട് നിങ്ങളുടെ പേര് കൊടുക്കുക. അപ്പം എൻ്റെ പേരിൽ ഓൾറെഡി അക്കൗണ്ട് ഉണ്ട്, അപ്പോൾ ഞാൻ റോസിൻ്റെ പേരിലാട്ടോ അക്കൗണ്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേര് കൊടുക്കുക, പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പർ കൊടുക്കുക. ഇത് എൻ്റെ പേഴ്സണൽ നമ്പർ അല്ല കേട്ടോ. പിന്നെ നമ്മുടെ മെയിൽ ID കൊടുക്കുക. പിന്നെ പലർക്കുള്ള കൺഫ്യൂഷനാണ് പാസ്വേഡ്, നമ്മുടെ സീക്രട്ട് ആയിട്ടുള്ള പാസ്വേഡ് എന്തെങ്കിലും കൊടുക്കണം, അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. എന്ത് പാസ്വേഡ് വേണമെങ്കിലും കൊടുക്കാം, ഇഷ്ടപ്പെട്ട എന്തെങ്കിലും പാസ്വേഡ്, ഒരു 6 ഡിജിറ്റ് നമ്പർ പാസ്വേഡ് കൊടുക്കുക. അപ്പോൾ അതാ സൈൻ ഇൻ ആയി, നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ മൊബൈലിലേക്ക് വെരിഫിക്കേഷൻ ഇത് കോഡ് വരും. അപ്പം ആ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു 4 ഡിജിറ്റ് നമ്പർ കൊടുക്കുക, വെരിഫൈ ചെയ്തു. അപ്പോൾ ഇപ്പം നമ്മൾ റോസ് എന്നുള്ള ആ ഒരു പേരിൽ നമ്മളിപ്പം അവിടെ അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും അതിലേക്ക് പോയിട്ട് ഗിവ് എവേ എടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഇൻഫ്ലുവൻസർ എന്നാണ്, ആ മുകളിലുള്ള ഇൻഫ്ലുവൻസർ എന്നാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഇവിടെ ഐഫോണിൻ്റെ ഒരു ഇത് ഗിവ് എവേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. iPhone 12 Pro കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസർ എടുക്കാം കേട്ടോ. അപ്പം അതിൽ നമ്മുടെ പേരും നമ്മളിപ്പോൾ നേരത്തെ കൊടുത്തിട്ടുള്ള ആ ഒരു മൊബൈൽ നമ്പറും കൊടുക്കുക. ഇപ്പോൾ ഇൻഫ്ലുവൻസർ നെയിം ഓട്ടോമാറ്റിക്കലി അവിടെ ഐഷാസ് കിച്ചൻ എന്നായിരിക്കും വരിക. അപ്പോൾ അത് നിങ്ങളൊന്നും ചെയ്യേണ്ട. നമ്മളിപ്പം മെയിൽ ID ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊരു കോഡ് കിട്ടും, ഐഷാസ് കിച്ചൻ സ്പേസ് ഒരു കോഡ് കിട്ടും. ഓരോരുത്തർക്കും ഓരോ കോഡായിരിക്കും കിട്ടുന്നത്. ആ ഒരു കോഡ് വേണം നിങ്ങൾ നമ്മുടെ വീഡിയോക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഐഷാസ് കിച്ചൻ കോഡ് എന്ന് പറഞ്ഞല്ലോ, ആ ഒരു കോഡ് എഴുതാൻ കേട്ടോ.
അപ്പോൾ ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു കോഡ് കിട്ടും. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഐഷാസ് കിച്ചൺ 349 ഇതാണ് ഇപ്പോൾ എൻ്റെ കോഡ്. അത് കോപ്പി ചെയ്തിട്ട് നമ്മുടെ വീഡിയോക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഐഷാസ് കിച്ചൺ കോഡ് എന്നുള്ള ഈ കോഡ് വേണം നമ്മൾ ടൈപ്പ് ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഗിവ് എവേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ ഐഷാസ് കിച്ചൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ അവർ ഷോപ്പിയുടെ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ തന്നെ ഒക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം അവധിയാണ്. അതുപോലെ തന്നെ റൂയിമോൾക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. മോള് ഇപ്പം വലുതായപ്പം അവൾക്ക് ഡ്രസ്സൊന്നും പാകമില്ലാണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് മോളുടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് പുറത്ത് പോവാണ്. പിന്നെ എന്താ പറയുക, അവധി ആയതുകൊണ്ട് തന്നെ കുറേ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ബോറടിക്കുമല്ലോ. അപ്പോൾ ഒന്ന് വെറുതെ വൈകിട്ടൊന്ന് പുറത്തിറങ്ങിയതാണ്. അപ്പം ഞാൻ ഈ ഒരു എന്താ പറയുക ഇലക്ട്രിക് ബേബി സ്വിങ് ഞാനൊന്ന് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ലാസ്റ്റ് പീസാന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു ഡിസ്പ്ലേ ചെയ്ത പീസ് അല്ലാണ്ട് വേറെ പീസ് ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടത്. കുറേ ആയിട്ട് ഇവരൊന്നും കണ്ടിട്ടില്ലായിരുന്നു. ഇവിടെ ഉമ്മൽക്കുവയിലുള്ള എൻ്റെ ഫ്രണ്ട് തന്നെയാണ്. അപ്പം അവരുടെ നമ്മൾ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴാണ് അവരുടെ ആൻറ്റിയും അവരുടെ കൂടെ ഉണ്ട്, നാട്ടിൽ നിന്ന് വന്നതാണ്. അവരും നമ്മുടെ ഭയങ്കര കട്ട ഫാനാണെന്നൊക്കെ പറഞ്ഞു. അപ്പം അവരെയും കാണാൻ പറ്റി. അപ്പം ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ എന്താ പറയുക, പുറത്തുനിന്ന് നമ്മൾ മാസ്കൊക്കെ ഇട്ടിട്ട് പോലും നമ്മൾ മനസ്സിലാവുമ്പോഴേ. റോസിനായിട്ടാണ് കൂടുതൽ പേരും സംസാരിക്കാൻ വരാം കേട്ടോ. ഇവരും വേറെ റോസിനായിട്ട് വന്നതാണ്. അപ്പം ഇത് +2 പഠിക്കുന്ന ഒരു മോളാണ്. അപ്പം മോളുടെ ഉമ്മ ഭയങ്കര ഫാനാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര സന്തോഷം തന്നെയാണ്, പ്രത്യേക ഒരു സന്തോഷം തന്നെയാണ്. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പോന്നു. എടുക്കാൻ പറ്റിയില്ല. പിന്നെ ചെറുതായിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഒന്നും എനിക്ക് ഇന്ന് കാര്യമായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. മോൾ അത്ര നല്ല ഇതിലല്ലായിരുന്നു. അപ്പോൾ പുറത്ത് പോകുമ്പോൾ പ്രത്യേകിച്ച് ഭയങ്കര കരച്ചിലൊക്കെയാണ്. അപ്പം വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല. അപ്പം ഞാൻ കുറേശ്ശെ എടുത്തിട്ടുള്ളൂ എന്നല്ലാതും. പിന്നെ അത്യാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ കൂടെ എടുക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. അപ്പം വേഗം എടുത്തിട്ട് വേഗം പോന്നു. റൂയിമോളിപ്പം എന്താ പറയുക, വെറുതെ ഇങ്ങനെ നമ്മളൊരു സ്റ്റേബിളായിട്ട് നിൽക്കുമ്പം ഭയങ്കര കരച്ചിലാണ്. നമ്മളിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കണം. അപ്പോൾ കുഴപ്പമില്ല. ഇപ്പം മൂവിങ് ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പം ആ ഒരു ഇതിൽ എത്രത്തോളം നമ്മൾ വീഡിയോ ഒക്കെ പുറത്തുനിന്ന് എടുക്കുന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ. ഇതിൽ ഞാൻ റെസിപ്പി ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം നമ്മുടെ അൺബോക്സിങ്ങും അതുപോലെ ഗിവ് അവേ ഒക്കെ കൂടെ ആകുമ്പോൾ നമ്മുടെ റെസിപ്പിയും കൂടി ഇൻക്ലൂഡ് ചെയ്താൽ നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്തി ആവും. പിന്നെ 1-2 ബ്ലൂപേഴ്സും കൂടി കൊടുക്കാം ഈ വീഡിയോക്ക് ലാസ്റ്റ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാം. ഇത് ആനമുട്ട വെക്കാനാണ്. ഇത് വെള്ളി മുട്ട വെക്കണല്ല. എന്ത്? ഇത് ആനമുട്ട വെക്കാനാണ്. ആനമുട്ടേ? ആനമുട്ട പൊന്നാടി കുഞ്ഞുമുട്ട അതില്ലേ പണ്ട് വാങ്ങിച്ചതോ? പണ്ട് വാങ്ങിച്ചില്ലേ? കാടമുട്ടയാണത്. കാടമുട്ട, ആനമുട്ട. ഇത് വെള്ളി മുട്ട വെക്കട്ടു. പക്ഷെ ഇതില് വെള്ളി മുട്ട